തൂക്ക് മന്ത്രിസഭ വരാനാണ് സാധ്യത എന്നുള്ളതാണ് പ്രവചനങ്ങളെല്ലാം തന്നെ. അങ്ങനെയെങ്കിൽ സാർ ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, 2 സുധാകരന്മാർ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പന്മാരാണ്. അപ്പോൾ അതിലൊരാൾ, ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇത് നമുക്ക് എന്തുകൊണ്ടും ചിന്തിക്കാമല്ലോ. ഇപ്പോൾ ഈ മെയ് 4 വരെ ഇങ്ങനെയുള്ള ചിന്തകൾക്കുള്ള സമയമാണ്. കാരണം ദേവഗൗഡ ഐക്യ ഗുജറാത്ത് ഒരിക്കലും ആരും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വിചാരിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഈ രണ്ടുപേരും ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരാകുന്നു. ദേവഗൗഡയായി, അതേപോലെ തന്നെ ഐക്യ ഗുജറാളൊക്കെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ എന്താ പറയുക, രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹം യാദൃച്ഛികമായിട്ട് വന്നൊരു വ്യക്തിയാണ്. അങ്ങനെ വന്ന് ഈ ഐക്യ ഗുജറാളും പ്രധാനമന്ത്രിയായി, ഇദ്ദേഹം പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. അത് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. ഇപ്പോൾ ഈ മെയ് 4 ശേഷം ഇപ്പോൾ തൂക്കുസഭയാണ് വരുന്നതെന്നിരിക്കട്ടെ. തൂക്കുസഭയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPക്കും ഏതാനും സീറ്റുകളുണ്ടാവും. അപ്പോൾ ഈ തൂക്കുസഭ വന്ന് ഏതെങ്കിലും ഒരു മുന്നണിക്ക് കുറച്ച് സീറ്റ് കൂടുതൽ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് കോൺഗ്രസ് പറയുകയാണ്, ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാത്ത കാരണം ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക്. കോൺഗ്രസ് മാറി നിൽക്കുന്നു. പിന്നീട് അവശേഷിക്കുന്ന അവസ്ഥ എന്താണ്? LDFും BJPയാണ്. അപ്പോൾ BJPയുടെ കയ്യിൽ കുറച്ച് സീറ്റുകളുണ്ടെങ്കിൽ അവർ പിന്തുണച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ സർക്കാർ രൂപീകരിക്കാം, അല്ലേ? അപ്പോൾ കോൺഗ്രസ്, കാരണം കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് CPMന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷെ അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പണി അതോടുകൂടി കഴിയും. കാരണം കോൺഗ്രസിനിവിടെ പിന്നെ ദേശീയ തലത്തിൽ കേരളത്തിലൊഴികെ മറ്റെല്ലാ സ്ഥലത്തും കോൺഗ്രസും പിന്നെ CPMും ഇടതുപക്ഷങ്ങളും എല്ലാം ഒന്നിച്ചാണ്, ഇന്ത്യ മുന്നണിയിൽ അവർ ഒന്നിച്ചാണ്. പക്ഷെ കേരളത്തിൽ അവർ പരസ്പരം പോരടിച്ചിട്ടാണ് നിൽക്കുന്നത്, രണ്ട് ചേരിയായിട്ട് നിൽക്കുകയാണ്. ആ ചേരി നിൽപ്പുകളിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ്. മറിച്ച് ഇപ്പോൾ CPMനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ LDFനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ UDF എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി പിന്നെ അവർക്കിവിടെ പിന്നെ എന്ത് റോളാണ് പിന്നെ കേരളത്തിൽ അവശേഷിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പണിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരില്ലേ? അപ്പോൾ അതോടുകൂടി തന്നെ കോൺഗ്രസ് തുടരും. പിന്നെ മാത്രമല്ല, ചിലപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് സ്പ്ലിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ മെയ് ഇങ്ങനൊരു തൂക്കുസഭ വരികയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഇവിടെ ഭ്രഷ്ടില്ല. ഇപ്പം നമ്മുടെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ എത്ര പേര് CPI നിന്നും CPM നിന്നൊക്കെ ഈ BJPയിലേക്ക് നേരെ നടന്നു കയറി ചെന്ന് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, അല്ലേ? കോൺഗ്രസിൽ നിന്ന് വന്നിട്ട് ഇപ്പം മറ്റേ കുന്നത്തനാട്ടിലെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, അല്ലേ? മറ്റേ 2020 വന്ന സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അപ്പോൾ ഈ പണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന BJP ഭ്രഷ്ട് എന്ന് പറയുന്നൊരു ഭ്രഷ്ടുണ്ടായിരുന്നു. ആ ഭ്രഷ്ട് ഇപ്പോൾ ഇല്ലാണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം തിരുവനന്തപുരത്തവർക്ക് ഭരണം വന്നു. അപ്പോൾ ഈ ഭ്രഷ്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം BJP പറയുകയാണ്, ഞങ്ങൾ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യാം, കാര്യം കേരളത്തിലൊരു ഗവൺമെൻറ് ആവശ്യമാണ്. അപ്പോഴത്തേക്ക് ചർച്ചകൾ മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം ചാനലുകളുടെ ഒരു കാലഘട്ടം കൂടെ അല്ലേ. കോൺഗ്രസ് അപ്പോൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കും. കോൺഗ്രസ് മാറി നിൽക്കുന്ന ഒരു സെനറിയോ, ആ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ചർച്ച വരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പം BJPയുടെ പിന്തുണയോടുകൂടി പിണറായി വിജയൻ ഒരു പക്ഷേ മത്സരിക്കേണ്ട ചിലപ്പോൾ മുഖ്യമന്ത്രി ആകേണ്ട എന്ന് തീരുമാനിച്ചേക്കാം, അല്ലേ? അതേപോലെ തന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതിനകത്ത് എന്തും വൈൽഡായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ 10 ഇത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ BJPയോട് വേണമെങ്കിൽ ഫോം ചെയ്യാൻ പറയാം. അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് എങ്ങനെ അത് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് പിന്നെ CPMൻ്റെ നിലനിൽപ്പ് നോക്കണം, അല്ലേ? അവരെല്ലാം അവരവരുടേതായ നിലനിൽപ്പ് നോക്കിയിട്ടായിരിക്കും, അല്ല സ്റ്റേറ്റിൻ്റെ കാര്യമൊന്നും ആരും നോക്കത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? അവരവരുടെ എല്ലാം നിലനിൽപ്പ് നോക്കിയിട്ടേ തീരുമാനം എടുക്കത്തുള്ളൂ.
അങ്ങനെ പല ചർച്ചകൾ വരുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ ഒരു സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രിയെ വേണ്ടി വരും. അങ്ങനെ സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രി നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമുക്ക് കെ സുധാകരനായിക്കൂടെ? അങ്ങനെ സാധ്യത ഇല്ല, ഇതൊക്കെ വൈൽഡ് ഇമാജിനേഷൻസ് ആണ്. ഇതൊക്കെ ഈ ചർച്ചകൾ കൊണ്ട് വരാവുന്ന മാറി നിന്നിട്ടുള്ളവർ മുഖ്യമന്ത്രി ആയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. മാറി നിന്നിട്ടുള്ളവർ മുഖ്യമന്ത്രിയായ ചരിത്രങ്ങളുണ്ട്. അതാ പറഞ്ഞത്, അത് എന്തും സംഭവിക്കാം നമുക്ക്. അപ്പോൾ കെ സുധാകരനാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസുമായിട്ട് വൈകാരികമായിട്ട് വളരെ വിഷമത്തിലാണ്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ സുധാകരൻ പഴയ സുധാകരനല്ല, വളരെ കുണ്ഠിതനായ സുധാകരനാണ്, മുറിവേറ്റ സുധാകരനാണ്. ആ മുറിവേറ്റ സുധാകരൻ ഈ പറഞ്ഞതുപോലെ ഒരു BJP കൂടെ സ്വീകാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വേണം. അതൊരു പക്ഷേങ്കിൽ, കാരണം സ്വാഭാവികമായിട്ട് BJPയുടെ താല്പര്യങ്ങളും നോക്കും. അവർ ഭരണം പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് കേരളത്തിൽ. അവർക്ക് വ്യക്തമായ പ്ലാനുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് പൊതുസ്വീകാരനായ ഒരു മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ നറുക്ക് വീഴാൻ പോകുന്നത് കെ സുധാകരന് വീഴാം. അതല്ല എന്നുണ്ടെങ്കിൽ ജി സുധാകരൻ. അപ്പോൾ ജി സുധാകരൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹം കെ സുധാകരൻ വരെ ഓക്കെ, ജി സുധാകരനിലേക്ക് ഇങ്ങനെ പോകുന്നുള്ളത് അവിടെയാണ് മനസ്സിലാക്കേണ്ട സാധനം. ജി സുധാകരൻ ഈ കോൺഗ്രസിൻ്റെ തൊപ്പി വെച്ചിട്ട് അവിടെ ഇലക്ഷന് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാളെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കണം കേരളത്തിൽ. പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണല്ലോ അവിടെ നിൽക്കുന്നത്. ആ പിന്തുണയിൽ വോട്ട് വാങ്ങി ജയിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് ഒരു തോന്നിവാസാവില്ലേ? അതൊന്നും രാഷ്ട്രീയത്തിൽ പ്രശ്നമില്ലല്ലോ. രാഷ്ട്രീയത്തിലൊന്നും ഒരു വലിയ പ്രശ്നം. അവിടെയാണ് ഞാൻ പറഞ്ഞത് ജി സുധാകരൻ്റെ ധാർമ്മികതയുടെ അവിടെയാണ് നമ്മൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ജി സുധാകരൻ്റെ അദ്ദേഹം അഴിമതിരഹിതനാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ഈ രണ്ട് വിഷയങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് വിഷയങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഏത് തീരുമാനവും ജി സുധാകരൻ എന്നുള്ള ഒരു ഈഗോയിക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ എന്നുള്ളൊരു ഭാവത്തിനകത്ത് തടവറയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരുന്നു, പി പ്രസാദ് ചേർത്തലയിലെ സ്ഥാനാർത്ഥി എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരുന്നു. ഞാൻ ലോകത്തിലെ നിഘണ്ടുകൾ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ജി സുധാകരൻ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. അതായത് തൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ മുൻതൂക്കം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തത്വശാസ്ത്രങ്ങളെയും പ്രത്യയശാസ്ത്രത്തെയും അതോടൊപ്പം തന്നെ അഴിമതിരഹിത ജീവിതത്തെയും തന്നെ ഈ പറഞ്ഞതുപോലുള്ള ലളിത ജീവിതത്തെയും ഒക്കെ അദ്ദേഹം ചിട്ടപ്പെടുത്തുന്നത് ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ആ ഒരു ഘടകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജി സുധാകരന് അംഗീകാരം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു പ്രത്യയശാസ്ത്ര തിയറി ഇതിനകത്ത് ഇപ്പം പണ്ട് എന്താ BJP എന്താ അവർ മനുഷ്യരല്ലേ? രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അല്ലേ? അവർക്ക് എന്താ പ്രശ്നം? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ജനായത്ത സംവിധാനമാണ്. ജനായത്ത സംവിധാനത്തിൽ തൊട്ടുകൂടായ്മയും മറ്റ് സംഗതികളൊന്നുമില്ല. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ അതിനൊക്കെ അദ്ദേഹം വളരെ വിദഗ്ധനുമാണ്. ഇന്ന് കേരളത്തിൻ്റെ ഒരു സംഭവമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നോക്കണം, കേരളത്തിൻ്റെ ഭാവി നമുക്ക് നോക്കണ്ടേ, ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം നോക്കണ്ടേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് എന്താ കുഴപ്പം? ഇവിടെ പ്രത്യയശാസ്ത്രം തടസ്സമായിട്ട് നിൽക്കണം, രാഷ്ട്രീയമായ വൈരം തടസ്സമായിട്ട് നിൽക്കണം. എന്തുകൊണ്ട് കേരളത്തിൽ കേന്ദ്രത്തിൻ്റെയും കൂടി ഒരു സഹായമുള്ള ഒരു ഭരണം കേരളത്തിൽ വന്നുകൂടാ? അഴിമതിരഹിതമായ ഒരു ഭരണകൂടം എന്ന് പറയുമ്പോഴത്തേക്ക്, അഴിമതിരഹിതമായ ഭരണകൂടം എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ജി സുധാകരൻ സ്വീകാരനായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വെറും 2 മണിക്കൂർ മതി ഈ നറേറ്റീവൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിലൂടെ. അസ്വാഭാവികമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊരു 2 മണിക്കൂർ വേണ്ട, 2 മണിക്കൂർ തന്നെ അധികമാണ്. ഒരു ചാനലിനകത്തിരുന്നിട്ട് നല്ല വിദഗ്ധമായിട്ട് ഇത് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നറേറ്റീവ് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് അസ്വാഭാവികതയും ഇത് അസംഭാവ്യവും എന്നൊക്കെ തോന്നും. 2 തവണ ചർച്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങും. മനസ്സിലായില്ലേ?
ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അത് വളരെ അനായാസമായിട്ട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിലാണ് ഈ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുക. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ സംഭവത്തിനിടയ്ക്കാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് ജി സുധാകരനും ഒന്ന് കെ സുധാകരനും ഇങ്ങനെ ഒരു ബഫർ സ്റ്റോക്ക് പോലെ ഷെൽഫിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തും സംഭവിക്കാമെന്നുള്ളൊരു സംഗതി. അവിടെയൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മെയ് 4-ന് ശേഷമുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ മുഖ്യമന്ത്രി ആരായിരിക്കും നമുക്കറിയില്ല. മറ്റേത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇന്ന ആളാണ് UDF മുന്നണി എന്നുള്ള അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഹങ് അസംബ്ലിയാണ് വരുന്നതെങ്കിൽ നമ്മൾ പുതിയ സംഗതി 1965 ഇതേപോലൊരു അവസ്ഥ വന്നു. പക്ഷെ അന്ന് പിന്നെ നിയമസഭ കൂടാതെ തന്നെ വീണ്ടും പിരിഞ്ഞു പോവുകയും രാഷ്ട്രപതി ഭരണം വരികയും പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തി പിന്നെ മുന്നണി നമ്മുടെ കേരള ചരിത്രമാണ്. ഇനി എങ്ങനെ രാഷ്ട്രപതി ഭരണം വരൂ അല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെയാണിത് മുമ്പോട്ട് പോകുന്നത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ രാഷ്ട്രപതി ഭരണത്തെ ഒന്നും ഇപ്പം പഴയതുപോലെ ഇപ്പോൾ കേന്ദ്രവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല BJPക്ക് അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട് എങ്ങനെയാണ് അധികാരത്തിൽ വരേണ്ടത്, എങ്ങനെ പോകണം എന്നൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം നടക്കുന്ന ഡീലെന്ന് പറഞ്ഞ് അതിനകത്തൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് അത്ഭുതങ്ങളും സംഭവിക്കാം. മെയ് 4-ന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ശരിക്കും വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഈ മെയ് 4-ന് ശേഷമായിരിക്കും. അത് ഈ ഹങ് അസംബ്ലി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിസ്മയങ്ങൾ സംഭവിച്ചേക്കാം.